Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിസ്ഥിതിയും മാനസികത്തിന്റെയും സുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ദുഷ്ടകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും സർവ്വരുടെയും മാധ്യസ്ഥവും സകല വിശുദ്ധരുടെയും സാന്നിധ്യവും സഹായം എപ്പോഴും 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 ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. നമ്മൾ സ്വീകരിച്ച വിശ്വാസ ദൈവം അത് അറിയാതെ കരുസൂക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർണ്ണതയിൽ എന്ന് പറഞ്ഞു കേട്ടിട്ട രൂപീകരിക്കപ്പെട്ട് വിശ്വാസം നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു രാജ്യത്ത് പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളാണത്. ഇന്നുകൊണ്ടുള്ള വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ വെളിച്ചം വീശുന്ന ഒരു സുബിനിയുടെ പ്രകാശനം നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കേറെ ആനന്ദത്തോടുകൂടി ഈ ഒരു വർഷമായിരിക്കാം.
അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസത്തിലേക്കുമായിട്ട് ഒരു ഇടവിനെ നമുക്ക് ഒരുക്കാൻ കേട്ടിട്ട് രൂപതയാണ്, അഭിനയിക്കാറാണ്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസം ആഘോഷമാക്കി മാറ്റാം, അത് പ്രഘോഷിക്കാം. നമുക്ക് പ്രകാശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെരിയ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട തോമച്ച, പ്രിയപ്പെട്ട അച്ഛ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. സെന്റ് ജോസഫ് പ്രൊപ്പോസ്ഡ് മിഷനിൽ നിന്ന് സെന്റ് ജോസഫ് മിഷൻ എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഈ നിമിഷത്തെ മറ്റൊരു കർത്തവ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സൂര്യന്റെ പ്രകാശനമാണ്. സൂര്യനെ കുറിച്ചും അതിൻ്റെ യാത്രയെക്കുറിച്ചും രണ്ടു വാക്ക് പറയാനായി ഈ ജോസഫ് പാസ്റ്റർ റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പിതാവ് ടോമച്ച, മാത്യുച്ച, പ്രത്യേകിച്ച് വളരെയധികം സന്തോഷത്തോടെ നമ്മൾ നിൽക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. രണ്ട്, നമ്മളെ മിഷൻ പദവിയിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു. അതുമാത്രമല്ല, പിതാവിലൂടെ പറയുകയും ചെയ്തു, ഒരു ഇടവക സമൂഹത്തെ പോലാണ് നമ്മളിവിടെ ശുശ്രൂഷയിലായിരിക്കുന്നത്. മൂന്നാമത്, സുവനീർ പ്രകാശനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോഴൊക്കെ ആയിരിക്കുമ്പോൾ രണ്ട് വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അത് നിങ്ങളോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 145:4, തലമുറ തലമുറകളോളം അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് പ്രഘോഷിക്കുകയും. എഫെസോസുകാരുടെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 20-21 വചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഈ വചനത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. പിതാവേ, 2000-ലെ മലയാളികളുടെ യുകെയിലെ കുടിയേറ്റത്തിലേക്ക്, ന്യൂബോട്ടിലും 2000 കാലഘട്ടത്തിലേക്ക് മലയാളികൾ കുടിയേറി. 2002 മുതൽ 3 മാസം കൂടുമ്പോൾ ഇവിടെ വിസിറ്റിംഗ് വൈദികനായി കടന്നു വന്ന വൈദികനിലൂടെ ഞങ്ങൾക്ക് സിറോ മലബാർ സഭയുടെ ആരാധനക്രമം ലഭിക്കുകയും അതോടൊപ്പം തന്നെ 2004 ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരി, ഓൾ സെയിൻസ് പാരിഷിന്റെ അസിസ്റ്റന്റ് വികാരിയെ കടന്നു വന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ച വെച്ച് വിശുദ്ധ കുർബാന ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. ഇവിടുത്തെ ലോക്കൽ ലാറ്റിൻ ചർച്ചിനോട് ചേർന്ന് ഇതെല്ലാം പ്രാമുഖ്യമായി കടന്നു പോകുമ്പോൾ 2006 ജോർജ് അച്ഛനിലൂടെ തന്നെ ഞങ്ങൾക്ക് കാറ്റഗിസം തുടങ്ങുവാൻ സാധിച്ചു. എന്നാൽ ദൈവകൃപയാകട്ടെ, പല വൈദികര് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നു. 2016 രൂപത പ്രോഫാൻസിസ് നമുക്ക് വേണ്ടി സിറോ മലബാർ സഭയുടെ കീഴിൽ ഒരു രൂപത ഇവിടെ ഉണ്ടാകുകയും പിതാവ് ഈ ദേശത്തേക്ക് കടന്നു വരികയും ചെയ്തു. അതിനുശേഷം കടന്നു വന്ന വൈദികര് ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെ അധ്വാനിക്കുകയും ഇന്നിപ്പോൾ ഈ നിലയിലായിരിക്കുമ്പോൾ അത് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും കുർബാനയായി, എല്ലാ ഞായറാഴ്ചകളും കാറ്റഗിസമായി, മറ്റ് സഭ അനുഷ്ഠിക്കുന്ന എല്ലാ ആരാധന ശുശ്രൂഷകളും ഇവിടെ ഉയരുകയും ചെയ്തു. അഭിമാനത്തോടെ എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയുകയാണ്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊരു ഇടവകയായി തീരുവാൻ 2 വർഷം മുമ്പ് പ്രൊപ്പോസൽ മിഷനായി തീർന്ന ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മിഷനായി തീരുവാൻ സാധിച്ചു. 2 വർഷം കഴിയുമ്പോൾ പിതാവിനോട് വന്ന് ഒരു ഇടവകയായി ദേശത്തെ ഉയർത്തുമെന്ന് പിതാവിന്റെ വാക്കിനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ അഭിമാനിക്കുകയാണ്, പാരമ്പര്യത്തെ മുറുകെപ്പിടിക്കുന്നവരാണ് സുറിയാനി ക്രിസ്ത്യാനികൾ. സിറോ മലബാർ സഭയുടെ ചരിത്രവും അങ്ങനെയാണ്. വിശുദ്ധ കുർബാനയിൽ കുടിയേറി പാർത്ത സ്ഥലങ്ങളിലൊക്കെ സഭയോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, 168-ാം ഗണിയില് സഭയാണ് നമ്മുടെ മാർഗദർശി.
സഭയാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നു, മാമോദീസ സ്വീകരിച്ച വ്യക്തി അവൻ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, അവരുടെ മുമ്പിൽ സഭയാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ പാരമ്പര്യം സൂക്ഷിച്ചു. ആ പാരമ്പര്യത്തിന്റെ ഒരു ഏകദേശം ഒരു 75% നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഈ സുവനീറിന്റെ ചരിത്രം എഴുതുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഈ സുവനീർ എഴുതി വെക്കുവാൻ 8 മാസം മുമ്പ് ഫാദർ മാത്യുവിലൂടെ ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മാത്യുവിനോട് ചേർന്ന് പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ ബേസിലാണ്. ഒരു 2-3 മാസം അതിനെപ്പറ്റി പഠിക്കുകയും അതിനുശേഷം ഒരു എഡിറ്റോറിയൽ കമ്മിറ്റി കടന്നു വരികയും ചെയ്തു. ഈ അവസരത്തിന് നന്ദി പറയുന്നതെങ്കിൽ പോലും ബേസിലിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമൂഹം ഓർക്കുന്നു. നിങ്ങൾ ആ ചരിത്രം വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. അതിന് നമുക്ക് ദൈവത്തിനും ബേസിലിനെയും എല്ലാ മാർക്കസിനെയും കൈകാരന്മാരെയും കമ്മിറ്റിയെയും എഡിറ്റോറിയൽ കമ്മിറ്റിയോ നമുക്ക് ദൈവത്തിന് നന്ദി പറയും. കഴിഞ്ഞ 23 വർഷങ്ങളിൽ ഈ പിതാവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ വലിയ സോണില് ഉണ്ട്. നമുക്ക് കർത്താവ് ആരെല്ലാം ഉപയോഗിച്ചവരെല്ലാം നമുക്ക് സാധിക്കും. പറയുന്നുണ്ട് എന്റെ കാര്യങ്ങൾ വഴി കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നു. അനേകരുടെ കാര്യങ്ങൾ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ബേസിനെ ഓർക്കുകയാണെങ്കിൽ അധികാരമാണ്. അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഫർണിച്ചറായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകുക. ഇതുപോലൊരു സമൂഹത്തിൽ വളരെ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകാനായിട്ട് സാധിച്ചത് കർത്താവ് ബേസിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ബേസിനെ ഓർക്കാം. അതുപോലെ തന്നെ ബേസിനൊപ്പം പ്രവർത്തിച്ച എഡിറ്റോറിയൽ ബോർഡ് അവരെല്ലാം നേതൃത്വം നൽകിയ അധ്യക്ഷനെയും അതുപോലെ തന്നെ കൈകാരന്മാരെയും അതെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെല്ലാം നമുക്ക് നേരെ ഓർക്കാം. നമുക്കറിയാം അനുസരിച്ച് ഒരു ശിഷ്യന്റെ നിലയിലെ ഒരു പാത്രം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കൊടുക്കുന്നതാണ് കർത്താവ്. ഇപ്രകാരം വളരെയേറെ കാര്യങ്ങൾ ശിഷ്യർക്ക് വേണ്ടി ചെയ്ത നമുക്കെല്ലാവർക്കും കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങളിൽ കർത്താവ് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കും. കാണുന്നത് ഒരു മനുഷ്യനെക്കുറിച്ച് പറയുക, കർത്താവിന്റെ സന്നിധിയിൽ പറയുകയാണ്. അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തന്നവനാണ്. അവന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടണം എന്ന് സഭ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ ഇടാനെല്ലാം കാരണമാകും. നമുക്കെല്ലാവരെയും പ്രത്യേകിച്ച് ആരെല്ലാം ചെറുതിൽ അടങ്ങിയിട്ടുണ്ടോ, അതെല്ലാം ഒരു വിഷയം നൽകിയിട്ടുണ്ടോ, അവരെല്ലാവരുടെയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾ ഞാൻ ഉപസിപ്പിക്കുന്നു. പിതാവ് മറ്റൊരു കർത്തവ്യമുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പേപ്പർ ബ്ലെസ്സിങ്ങിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ മാത്യുവച്ചനും കൊടുക്കുകയാണ്. ഈ പേപ്പർ ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ഫാദർ ജോർജ് ചെട്ടിയാക്കുന്നതിലാണ്. നിങ്ങൾ ഒരു പക്ഷേ വാർത്തകൾ പുതിയ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അത് നമുക്കും അഭിമാന വിഷയമാണ്. കാരണം ജോർജോണ് ജിനോയുടെ സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. നമ്മളിവിടെ പേപ്പർ ബ്ലെസ്സിങ്ങിന്റെ കൺഫർമേഷൻ പിതാവ് മാത്യുവച്ചൻ നൽകിക്കൊണ്ട് നമ്മൾ പ്രകാശനം നടത്തുകയാണ്.
Edwin Thomas, Amia Thomas, Merlin City, Ayana Georgie, Joel Prince, Listara Ajish, James Joseph, Anton Sebastian, Jimmy Joseph, Joseph Poli, Prem Rajesh, Nega Basil, Tessa Michael, and Georgia Tony. ഇനി ഇയർ ചോദ്യത്തിലാണ് ലിയ എബ്രഹാം, സിയോണ ജോബി, അമീലിയ തോമസ്, ആന ജോണി, അനു മരിയ റോയി, ജന ക്രീസ്. ഫോട്ടോ ടാക്സിന് വേണ്ടി പ്രസിഡന്റ് അനുഗ്രഹമഴ ധാരാളമായി വർഷിക്കപ്പെട്ട ഈ സുദിനത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ആദ്യമായി തന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും
ആദ്യമായി തന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അനുഗ്രഹദായകമാക്കിയ സർവേശ്വരന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി തന്നെ മഹനീയ സാന്നിധ്യത നമ്മളോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത ഇന്നത്തെ എല്ലാ ക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ യോഗേയൻ അഭിവന്യ പിതാവ് മാർ ജോസഫ് സ്ഥാപിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. പിതാവിന്റെ എല്ലാ കാര്യങ്ങളുമായി ഓടി നടക്കുന്ന നമ്മുടെ തിരുനാൾ സംബന്ധിക്കുവാൻ എത്തിയ പിതാവിന്റെ സെക്രട്ടറി അച്ഛനും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും പ്രാപ്യമായ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകി നമ്മുടെ ഇടയിലെ നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട മാത്യു അച്ഛനാണ്. അച്ഛന് ഹൃദയത്തിലെ ഭാഷയിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളു. ഈ മഹാസുദിനത്തിന്റെ ഓർമ്മ എങ്ങനെ നിലനിർത്തുവാൻ ബേസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം നിശ്ചയദാർഢ്യത്തോടെ ഒരു സുവനീറിന്റെ പഠിപ്പിക്കായി അവർക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പള്ളി പരിസരം വൃത്തിയാക്കുന്നതിനും അലങ്കരിക്കുന്നതിനുമായി മുൻകൈ പ്രവർത്തിച്ച മെസ് ഹോം അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പള്ളി വൃത്തിയാക്കൽ, അലങ്കാരം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ച വിമൻസ് ഫോറം അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പോളി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സെന്റ് ജോസഫ് ഫുഡ് കമ്മിറ്റിയുടെ ലാഭങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്നത്തെ സ്നേഹമില്ല. അവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. മനോഹരവും ഭക്തിസാധനവുമായ സംഗീതത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ഗായക സംഘത്തെ സ്നേഹത്തോടെ സ്മരിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. അടുത്തതായി ദേവാലയ ശുശ്രൂഷകരായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ജോബിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അൾത്താരയുടെ നിർമ്മാണം രൂപപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങി ചെയ്തത്. ജോബിയുടെ ആർക്കിടെക്ട് ടീമിനെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ എല്ലാ പരിപാടികളിലും ഫോട്ടോ, വീഡിയോ എന്നിവ നിസ്വാർത്ഥമായി ചെയ്യുന്ന, എപ്പോൾ വിളിച്ചാലും ഒരു മടിയും കൂടാതെ തന്റെ സേവനം നൽകുന്ന മോഹിക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞു മിഷണറിമാരായ ചെറുപുഷ്പം ശില്യ അംഗങ്ങൾക്കും KC വില്യം അംഗങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ തിരുനാളിലെ പ്രസിഡന്റുമാരെയും സ്നേഹവിരുദ്ധ ചെലവുകളിലേക്ക് സംഭാവന തന്നവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായി തങ്ങളുടെ മഹനീയ സാന്നിധ്യത്താൽ നമ്മെ ധന്യരാക്കിയ ബേബി അച്ഛൻ, ഷിൻഡോ അച്ഛൻ, അച്ഛൻ എന്നിവരെയും നമുക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ബലിയർപ്പിച്ച ജിബിൻ അച്ഛൻ, അജീബ് അച്ഛൻ എന്നിവർക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. We also thank you, Sister Mariana and Sister Punita, for their presence at this blessed occasion of St. Joseph's Feast celebration. ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ